പല നേർച്ചകളും വഴിപാടുകളും നടത്തി എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യം എനിക്ക് വീടിനടുത്തുള്ള ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോകാൻ തോന്നി. ഞാൻ അവിടെ ചെന്നു. സാധാരണ ഞാൻ പോകുന്നതല്ല, മറ്റു ആളുകളൊക്കെ അവിടെ പോകാറുണ്ട്. യാദൃച്ഛികമായി ഞാൻ അവിടെ കയറി. അവിടെ മാതാവ് പുഞ്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടത്. മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശു 2 കൈയും നീട്ടി എന്നെ സ്വീകരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ പേര് ഉമ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. 2021 ഡിസംബർ മാസം 21-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു ഹിന്ദു നായർ കുടുംബത്തിലെ വ്യക്തിയാണ്. എനിക്ക് ഈ ക്രിസ്തീയ മതത്തെയോ യേശുവിനെയോ മാതാവിനെയോ അറിയില്ലായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു എൻ്റെ വസ്തു വിറ്റുകിട്ടുക എന്നുള്ളത്. ഏകദേശം 15 വർഷത്തിൽ കൂടുതലായി ഞാൻ വസ്തു വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. പല കാരണങ്ങളാൽ വസ്തു വിൽപ്പന നടക്കുന്നില്ലായിരുന്നു. എൻ്റെ കുടുംബ വീടിനോട് ചേർന്ന് പണ്ടുകാലത്തുണ്ടായിരുന്ന വെച്ച ആരാധന നടത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഭൂമിയാണ് ഞാൻ വിൽക്കാനിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ വന്ന് വാങ്ങിക്കുവാനോ ഈ വസ്തു എടുക്കുവാനോ താല്പര്യപ്പെട്ടിരുന്നില്ല. 15 വർഷം ഞാൻ കഠിനമായി, ഞാനും എൻ്റെ ഹസ്ബൻഡും കഠിനമായി പലരോട് പറയുകയും വസ്തു വിറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് എൻ്റെ മകളുടെ വിവാഹം ഉറയ്ക്കുകയും ഇളയ കുട്ടിക്ക് +2 പഠനം പൂർത്തിയാകുകയും ചെയ്തു. അപ്പോൾ പൈസയുടെ ആവശ്യങ്ങൾ ധാരാളമായി വന്നു. വസ്തു വിറ്റ് കിട്ടുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. പല നേർച്ചകളും വഴിപാടുകളും നടത്തി എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യം എനിക്ക് വീടിനടുത്തുള്ള ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോകാൻ തോന്നി. ഞാൻ അവിടെ ചെന്നു. സാധാരണ ഞാൻ പോകുന്നതല്ല, മറ്റു ആളുകളൊക്കെ അവിടെ പോകാറുണ്ട്. യാദൃച്ഛികമായി ഞാൻ അവിടെ കയറി. അവിടെ മാതാവ് പുഞ്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടത്. മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശു 2 കൈയും നീട്ടി എന്നെ സ്വീകരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് എന്തോ വലിയ ആത്മവിശ്വാസം തോന്നി. അതിനുശേഷം ഞാൻ പലതവണ ആ പള്ളിയിൽ കയറുകയും തിരി കത്തിക്കുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് എനിക്ക് കൃപാസന മാതാവിനെ അറിയാൻ സാധിച്ചത്. എത്രയും വേഗം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഞാൻ ഉടനെ തന്നെ ഇവിടെ വരികയും ഉടമ്പടിയിൽ വയ്ക്കുകയും ചെയ്തു. ഉടമ്പടി കൗൺസിലിന് ഇരിക്കുന്ന സമയത്തിന് അവിടെ പറയുകയുണ്ടായി, നിങ്ങൾ എന്താവശ്യമായി വന്നാലും അമ്മ അത് ഏറ്റെടുക്കും. നിങ്ങളുടെ ആവശ്യം അമ്മയോട് പറഞ്ഞിട്ട് ധൈര്യമായി അമ്മയെ വിളിച്ചുകൊണ്ട് പോവുക, അമ്മ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തു. ഞാൻ അമ്മയോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അമ്മ എൻ്റെ കൂടെ വരണം, എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ രാത്രിയിൽ നല്ല ഉറക്കമായി. ഏകദേശം 2 മണിയോളം ആയപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഞെട്ടി ഉണർന്നു. എൻ്റെ റൂമിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു പ്രകാശം കണ്ടു. ഞാൻ ഇതുവരെയും അതുപോലൊരു പ്രകാശം കണ്ടിട്ടില്ല. വെള്ളി മേഘത്താൽ നിറഞ്ഞൊരു പ്രകാശമായിരുന്നു. എൻ്റെ കാൽച്ചുവട്ടിൽ ഈ അൾത്താരയിലെ അമ്മയെ എനിക്ക് കാണാൻ സാധിച്ചു. ആ നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി, ഞെട്ടിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സ്തംഭിച്ചു കിടന്നു. എപ്പോഴോ ഞാൻ വീണ്ടും ഉറങ്ങി. രാവിലെയായി. ഞാൻ ആ ഷോക്കിൽ നിന്ന് എനിക്ക് മാറാൻ സാധിക്കുന്നില്ല. ഞാൻ എന്താണ് കണ്ടത്? ഇത്രയും ശക്തിയുള്ള മാതാവോ? ദൈവമേ, ഇത്രയും നാൾ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല? എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. മക്കളോട് 2 പേരോട് ഞാൻ പറഞ്ഞു. അവർ എന്നെ കളിയാക്കുന്നത് പോലെ 2 പേരും പരസ്പരം ചിരിച്ചു. കാരണം മാതാവിനെയോ യേശുവിനെയോ അറിയാത്ത ഒരു ലോകത്തായിരുന്നു ഞങ്ങൾ. എന്നിട്ട് രാവിലെ ഞാൻ തിരി കത്തിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് അമ്മയെ കണ്ട അത്ഭുതത്തോടെ ഞാൻ അന്ന് മുഴുവനും കഴിച്ചുകൂട്ടി. രാത്രി സന്ധ്യസമയത്തും ഞാൻ തിരി കത്തിച്ചില്ല. 2ാമത്തെ ദിവസം രാത്രിയിൽ വീണ്ടും എൻ്റെ ചെവിയിൽ, എൻ്റെ വലതു കാതിൽ പാടുന്നു, കേൾക്കുന്നു. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പാട്ടു കേൾക്കുന്നു, പറയുന്നു. പിറ്റേ ദിവസവും വെളുക്കുവോളം എനിക്കത് കേൾക്കാൻ സാധിച്ചു.
പിറ്റേ ദിവസവും രണ്ടാമത്തെ അത്ഭുതത്തോടെ ഞാൻ ഉണർന്നു. ദൈവമേ, ഇതെന്താണ് സംഭവിച്ചത്? എനിക്കറിയാൻ വയ്യ. ഞാൻ ഫോൺ ഓപ്പൺ ചെയ്തു. ഫോണിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച നടക്കുന്ന ധ്യാനമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. അതായിരുന്നു തലേ ദിവസം രാത്രിയിൽ എൻ്റെ കാതിൽ കേൾപ്പിച്ചത്. അപ്പോഴാണ് ധ്യാനം എന്താണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ആ ധ്യാനം എടുത്ത് ഫുള്ള് കേൾക്കുകയും അതോടെയാണ് ഉടമ്പടി എന്താണ് നിബന്ധനകളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിനുശേഷം കൃത്യമായി ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ ശ്രമിച്ചു. വളരെയേറെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ചെറുതും വലുതുമായ ഒട്ടനവധി അത്ഭുതങ്ങളുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. എൻ്റെ വസ്തു മൂന്നാമത്തെ ഉടമ്പടി വരെയും വിറ്റ് കിട്ടിയില്ല. പല കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ തരണം ചെയ്തുകൊണ്ടിരുന്നു. ഏത് പ്രതിസന്ധിയിലും എന്നെ രണ്ട് കൈ കൊണ്ട് പൊക്കി താങ്ങി നിർത്തിയിരുന്നു. പക്ഷേ വസ്തു വിൽപ്പന മാത്രം നടക്കുന്നില്ല. മോളുടെ കല്യാണം അടുത്തു. 1 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ വീണ്ടും പുതുക്കാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇങ്ങനെ പോയാൽ പോരാ, എനിക്കെൻ്റെ വസ്തു വിറ്റ് കിട്ടിയെങ്കിലേ പറ്റൂ. അടുത്ത മാസം 13-ാം തീയതി എൻ്റെ മകളുടെ കല്യാണമാണ്. ഞാൻ എന്ത് ചെയ്യും? അമ്മയെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിപ്പം വേറെ ആരുമില്ല. അമ്മ മാത്രമാണ് ആശ്രയം. പലരും വിവാഹ കാര്യങ്ങളെക്കുറിച്ച് തിരക്കുന്നുണ്ട്. ഒന്നും തന്നെ ആയിട്ടില്ല. എല്ലാം അമ്മ നടത്തി തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ മുമ്പോട്ട് പോയി. അപ്പോൾ ഞാനൊരു ഒക്ടോബർ 9-നാണ് ഞാനിവിടെ പുതുക്കാൻ വരുന്നത്. നവംബർ 13-ാം തീയതി എൻ്റെ മകളുടെ കല്യാണമാണ്. 9-ാം തീയതി പുതുക്കി അമ്മയോട് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോയി. അതും അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം 10-ാം തീയതി രാത്രി ഏകദേശം 10 മണി ആയപ്പോഴേക്കും വസ്തു കച്ചവടമായി. രണ്ടാമത്തെ ദിവസം. 3-ാമത്തെ ദിവസം അത് എഗ്രിമെൻ്റ് എഴുതി. അതുപോലെ വളരെ ഭംഗിയായിട്ട് എൻ്റെ മകളുടെ കല്യാണം അമ്മയും ഈശോയും കൂടെ ഇറങ്ങി വന്ന് നടത്തി തന്നു. വളരെ മനോഹരമായ രീതിയിൽ എൻ്റെ മകളുടെ കല്യാണം നടത്തിവിടാൻ എനിക്ക് സാധിച്ചു. അത് അമ്മയുടെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇളയ കുട്ടി +2 ഗവൺമെൻറ് സ്കൂളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അവൾക്ക് BDS എടുത്ത് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. എൻട്രൻസിന് 1 വർഷം കോച്ചിങ്ങിന് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് അമ്മയെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, കോച്ചിങ്ങിനൊന്നും പോകണ്ട, 2 മാസത്തെ ക്രാഷ് കോഴ്സ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നമുക്ക് എക്സാം എഴുതാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് മോളെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. എൻട്രൻസിൻ്റെ എക്സാം എഴുതി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അമ്മ അഡ്മിഷൻ കൊടുക്കണം BDSനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കോളേജിൽ എൻ്റെ കുട്ടിക്ക് അമ്മ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. വളരെ അത്ഭുതകരമായ രീതിയിലാണ് എൻ്റെ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഞങ്ങൾക്ക് അത്രത്തോളം പഠിപ്പിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല, അവൾക്ക് അതിനൊക്കെയുള്ള കഴിവുമില്ല. ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവിടെ ചെന്നപ്പോൾ CBSE സ്കൂളിൽ പഠിച്ച 1ഉം 2ഉം വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയ കുട്ടികളോടൊപ്പം നിന്ന് പഠിക്കുവാൻ അമ്മയുടെ കൃപ കൊണ്ട് എൻ്റെ കുട്ടിക്ക് കഴിയുന്നു. അത് അമ്മയുടെ കൃപ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മയെ, ഹോസ്റ്റലിൽ പല വിധത്തിലുള്ള കുട്ടികളുണ്ടാകും, ഏറ്റവും നല്ല 2 കുട്ടികളെ ആയിരിക്കണം എൻ്റെ കുട്ടിക്ക് റൂംമേറ്റായി കിട്ടേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ നല്ല 2 കുട്ടികളെ അമ്മ റൂംമേറ്റായി കൊടുത്തു. നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞ് പഠിച്ചു പോകുന്നു. ബാക്കി മുഴുവനും അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഒപ്പം തന്നെ എൻ്റെ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പല കാരണങ്ങളാൽ ലോൺ കിട്ടുന്നില്ലായിരുന്നു. വീട് നിൽക്കുന്ന വസ്തു എൻ്റെ ഹസ്ബൻഡിൻ്റെയും 2 സഹോദരന്മാർക്കും വേണ്ടി ഒന്നിച്ചെഴുതിയ പ്രമാണം ആയതിനാൽ ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ, 2 എണ്ണം പകർപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലൊരു സഹോദരൻ്റെ കയ്യിലായിരുന്നു ഒറിജിനൽ പ്രമാണം. പുള്ളിക്കാരന് തരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ആദ്യം ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായി. ഞാനിവിടെ വന്നു അമ്മയോട് പറഞ്ഞു, അമ്മ അഡ്മിഷൻ കൊടുത്ത കുട്ടിയാണ്, അവളുടെ പഠനം അമ്മയുടെ കയ്യിലാണ്, അമ്മ തന്നെ ഏറ്റുകൊള്ളണം, അമ്മ ഫീസ് അടച്ചുകൊള്ളണം, എൻ്റെ കയ്യിൽ ഒരു മാർഗവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാനിവിടെ വന്നു പകർപ്പ് അമ്മയെ കാണിച്ചു പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രമാണം ഒറിജിനൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ജ്യേഷ്ഠൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാങ്കിൽ കൊടുത്തപ്പോൾ അതിനകത്ത് തണ്ടപ്പേർ രജിസ്റ്റർ ഇല്ല എന്ന് പറഞ്ഞു ബാങ്കുകാർ റിജക്റ്റ് ചെയ്തു.
ഒറിജിനൽ പ്രമാണം 1956 ഒറിജിനൽ പ്രമാണം വേണമെന്ന് പറഞ്ഞു. 1956 കൂട്ടുപ്രമാണം എഴുതിയ സമയത്തിനുള്ള പ്രമാണം ആരുടെ കയ്യിലും ഇല്ല. ജ്യേഷ്ഠൻ തന്ന പ്രമാണത്തിനകത്ത് തണ്ടപ്പേർ രജിസ്റ്റർ ഇല്ല. അപ്പോൾ ഈ ലോണ് ഒരു ബാങ്കിലും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഒരു ബാങ്കുകാർ ഞങ്ങൾക്ക് തിരികെ തന്നു. വീണ്ടും അതെടുത്ത് ഞാൻ അമ്മയെ മുറുക്കെ പിടിച്ചുകൊണ്ട്, എനിക്ക് ഒരു ഭയവുമില്ല, അമ്മ എല്ലാം സാധിച്ചു തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പേപ്പറുകളെല്ലാം എടുത്ത് അടുത്ത ബാങ്കിലേക്ക് പോയി. എല്ലാം അമ്മ ഏറ്റെടുത്തു. എത്രയും വേഗം ഓരോരോ പേപ്പറുകൾ ആവശ്യപ്പെടുകയും അതെല്ലാം കൃത്യമായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയും 2 ദിവസത്തിന് മുമ്പ് ലോൺ പാസ്സായി വരികയും ചെയ്തു. അമ്മ ഈശോയും തന്ന ഈ അനുഗ്രഹത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും പോരാ, അത്രമാത്രം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിപ്പിക്കുന്നൊരു കുട്ടിയുടെ അച്ഛന് ക്യാൻസർ ബാധിച്ച് 2 വർഷം കൊണ്ട് റൂമിൽ കിടക്കുകയായിരുന്നു. ഞാൻ ആ പുള്ളിക്കാരന് തൈലം തേച്ചു കൊടുക്കുകയും പത്രം കൊടുക്കുകയും കൃപാസനത്തെ പറ്റി പറയുകയും ചെയ്തതിൻ്റെ ഫലമായി അവർ കുടുംബത്തോടെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് ആ വ്യക്തി ജോലിക്കിറങ്ങിപ്പോയി. ആ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അസുഖം മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 മാസം മുമ്പ് ഭയങ്കര നടുവേദനയായിരുന്നു. പെട്ടെന്നുണ്ടായ നടുവേദനയാണ്. ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു. 3 ദിവസം അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷനൊക്കെ എടുത്തു. എന്നിട്ടും മാറുന്നില്ല. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, യൂറിൻ പാസ് ചെയ്തപ്പോൾ ഒരു സ്റ്റോണാണ് പുറത്തു പോയത്. അതോടെ ആ നടുവേദന പൂർണ്ണമായി മാറിക്കിട്ടി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഇനിയും എൻ്റെ എല്ലാ നിയോഗങ്ങളും ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അമ്മ അത് എല്ലാം നടത്തിത്തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉടമ്പടി എടുത്തതിന് ശേഷം വന്നു വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. ആര് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രതികരിക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ അമ്മയെ ഓർക്കും, ഈശോയെ ഓർക്കും. ഒന്നും ആരോടും മറുപടി പറയരുത് എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ മനസ്സിന് സ്വഭാവത്തിനും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി. ക്ഷമിക്കാനുള്ള ഒരു മനക്കരുത്ത് എനിക്കുണ്ടായി. ആരോടും ദേഷിക്കാനോ വഴക്കിടാനോ ഒന്നും ഞാൻ പോകില്ല. അത്രയും മനസ്സിന് ക്ഷമാശീലം ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോകും. അവിടെ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ ഞാൻ രോഗികളോടൊപ്പം ഇരിക്കും. അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പുരട്ടി കൊടുക്കും, പത്രം കൊടുക്കും. പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകും. എപ്പോഴൊരു യാത്രയ്ക്ക് പോയാലും ഞാൻ വീട്ടിൽ നിന്ന് ഒരു പൊതി ഞാൻ കരുതി ബാഗിൽ വെച്ചിരിക്കും, ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തി കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് എനിക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം സാധിച്ചു. അമ്മ മാതാവ് ഈശോയും തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല. എല്ലാ അനുഗ്രഹത്തിനും കോടാനുകോടി നന്ദി. എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അമ്മയെ ആശ്രയിച്ച് തന്നെയായിരിക്കും ജീവിക്കുന്നത്. അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി.